അള്ളാഹുവിൻ്റെ അർശിന് ചുറ്റും അവൻ്റെ മഹത്തായ സിംഹാസനത്തിൻ്റെ ചുറ്റും ഹലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത്രേ. മിൻ നൂരിൻ, അത് പ്രകാശ നിർമ്മിതമാണ്, പ്രഭാപൂരിതമായ ഒരു സ്ഥലം. ഫീഹ മലായിക്കത്തുൻ, അവിടെ ധാരാളം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവർ സദാ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്തിനെ തൊട്ട് അവർ ക്ഷീണിക്കുകയില്ല. വിശ്രമമില്ലാതെ കണ്ണിമ വെട്ടുന്ന സമയം പോലും പാഴാക്കാതെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന ആ മലക്കുകൾ. ഇതാക്കാന ലയാലി ഷെഹ്റ റമദാൻ, എന്നാൽ റമദാൻ മാസത്തിന്റെ പവിത്രമായ രാവുകളായ ആ മലക്കുകൾ ഇസ്തഅ്ദനൂ റബ്ബഹും ഐ യൻസിലു ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ അവർ അള്ളാഹുവിനോട് അനുമതി ചോദിക്കും. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ നിന്നും രാത്രികാലങ്ങളിൽ നമസ്കരിക്കുന്നവരെ തേടി അവർ അന്വേഷിച്ച് നടക്കും. അങ്ങനെ രാത്രി നമസ്കാരങ്ങളിൽ തറാവീഹ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളോടൊപ്പം അവർ വന്നു ചേരും. അവരോടൊപ്പം നമസ്കാരത്തിൽ അവർ പങ്കെടുക്കും. അവരുടെ സ്പർശനമേറ്റ സത്യവിശ്വാസികൾ, അല്ലെങ്കിൽ അവരെ സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയ സത്യവിശ്വാസികൾ, സഅദത്തൻ ലാ യഷ്കാ ബഅദഹ അബദ, ഒരു വലിയ ഭാഗ്യശാലികളാണ്, വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അവർ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു. അതിനുശേഷം ഒരിക്കലും അവർ പരാജയപ്പെടുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും ആദ്യ സമയത്തുണ്ടായിരുന്ന ആവേശവും ഊർജവും ഒക്കെ ഇന്ന് തറാവീഹ് നമസ്കാരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പള്ളികളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഊർജ്ജസ്വലതയോടെ എല്ലാവരും തറാവീഹ് നമസ്കാരങ്ങളിലും മറ്റും പങ്കെടുക്കണം. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സ്പർശനം, അല്ലെങ്കിൽ അവരെ സ്പർശിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവണം. എന്നാൽ നമ്മൾ വിജയം കൈവരിക്കും. അള്ളാഹു ആ വിജയശാലികളിൽ, ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.